എന്റെ ഗുരുവായൂരപ്പ, ഇതിപ്പോ ഒരു സ്ഥിരം സംഭവമായല്ലോ. 4 എണ്ണ പോയത്. മോട്ടിച്ചവൻ ആരായാലും അവന്റെ തലയിൽ ഇടിച്ചേ വീഴും. എന്റെ പെമ്പ്രന്നോത്തി നേർച്ചക്കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത്. ഈ കണക്കിന് പോയ എന്തായി തീരുമല്ലോ ഭഗവാനെ. വിത്തൗട്ട് പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനിപ്പം കുറെ മുണ്ടി കൊണ്ട് പ്രശ്നം തീരൂ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താ പട്ടാളത്തെ കൊണ്ടുവരണോ? ഏടോ, ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത്. അതിനിപ്പം പരദൂഷണം പരാതി കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാ അവിടെ സമയമുള്ളത്? ഒരാറ് കഷ്ണം പുട്ട്. അല്ല, നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെട്ടാലോ? എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരടിച്ചോണ്ട് പോവാൻ. പ്രസിഡന്റ്, പുത്തൻ വീട്ടിന് 4 എണ്ണം കൊണ്ടുപോയി. കൊച്ചുകല്യാണന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി. ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങനെ കയറി വന്നാ ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും. പ്രസിഡന്റ് അറിയാമല്ലോ എന്റെ സ്വഭാവം. ഇണങ്ങിയ നല്ലോണ, ഇടങ്ങിയ മഹാപെശകാ നാരായണി. അറിയാം. നാരായണി പൊക്കോളും. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പ്രസിഡന്റ് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. ഇവരെ അങ്ങോട്ട് പിടിക്കാം. എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കാം. കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. കള്ളനെ നമുക്ക് കൈയോടെ പിടിക്കാം. അയ്യോ, ഞങ്ങൾക്ക് വയ്യ. മൂക്കറ്റം പട്ടച്ചാറ അടിച്ച പോലെ പാണ്ടിക്കാരോ മറ്റോ ആയിരിക്കും. അവന്മാരെന്തും ചെയ്യാൻ മടിക്കാത്തവന്മാരാ. അതിന് സാധ്യതയുണ്ട്. ഒന്ന് പോടോ. ഈ പെണ്ണുങ്ങൾ പോറ്റുന്ന കോഴിയെ മോട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാടിക്കാൻ. കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ. നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി, എന്തെങ്കിലും ആ ഹമുക്കുകളെ നമ്മുടെ കൈ കിട്ടും. എന്റെ നബീസും പൂയാപ്പളയും വരുമ്പം സൽക്കരിക്കാൻ പറ്റിയ കോഴികളാ അവന്മാര് കട്ടുകൊണ്ട് പോയത്. ഈ വിലീസുകൾ ഉയ്യാലിയിലെ ദേവൻ ടൈലർ കള്ളന്മാരെ കണ്ടെന്നാ പറയണേ. ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ. അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും. ഇവന്റെ ഒരു മുഖം മൂടി. ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 4 കോഴികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത്. എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ 4 പേരാകാനാണ് സാധ്യത. കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു. രാവണ് പോലും ഇല്ലല്ലോടോ 21 തല. അത് ഗൗതമൻ ബ്രാക്കറ്റില് 21 വയസ്സ് തലയ്ക്ക് പരിക്ക് കണ്ട. അല്ല, നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കല്യാണം ഒഴിച്ച് എന്തും. താമസം ഉണ്ടോ? ക്ഷമിക്കണം, താമസത്തിന് സൗകര്യമില്ല ഇവിടെ. വെറുതെ നാറി. വന്നിട്ട് വിട്ടു വിഴുങ്ങാം. വാ, അതാ നല്ല. ചെന്ന് പറയാൻ ചെന്ന് പറയടാ. എന്താ തള്ള 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 തന്തയൊന്നല്ലോ, തള്ള തള്ളയല്ലേ. ഒന്ന് പോയി പറയടാ. അമ്മയുടെ മുല്ലോ ചെങ്ങനട പറയുന്നത്. അയ്യോ, പഴപ്പിക്കാനൊന്നുമല്ലോ, പ്രേമിക്കാനല്ലേ. മാസം 1-ാം തീയതി അശുഭമായി. ഒന്ന് വിളിച്ചു പോയി പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ? വിളിച്ചു പോകാൻ മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ലെങ്കിലും മാസം 1-ാം തീയതി ദേവിയുടെ സന്നിധിയിൽ വെച്ചൊന്ന് വിളിച്ചു പോയാൽ മതി. അത് ശുഭമാണ്. അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കിൽ തീർച്ചയായും അവളത് കേട്ടിരിക്കും. ഒന്ന് വിളിച്ച് പറടാ. അത് വേണോടാ. എനിക്ക് വേണ്ട, നിനക്കവിടെ വേണമെങ്കിൽ മതി. ദാ ഇതുപോലെ എനിക്കിഷ്ടമാണ് സന്ധ്യ എന്നൊന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ മതി. കുന്ന് വിളിച്ച് പറടാ. ചെല്ലേ. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ് എടോ, അതിനിപ്പോ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് അലറണോ? സന്ധ്യാസമയത്ത് വന്ന് തൊഴുതാ പോരെ? മതി മതി മതി. അതെ, അത്രേ ഉള്ളൂ. എന്നപ്പാ സന്ധ്യയാകുമ്പോ വരാം. ഇവിടെ തന്നെ കുത്തിയിരിക്കണേ. മുമ്പിൽ ഒരു ടൗലും വിരിച്ചോ വല്ലതും. എന്നിട്ട് അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ഒന്ന് പോടാ. കുഞ്ചു, കുഞ്ചു, എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. എന്താ? അച്ചൂട്ടൻ ദേഷ്യപ്പെട്ടിരിക്കുക. എഴുന്നേക്കടാ. അച്ചൂട്ടൻ ദേഷ്യപ്പെട്ട എനിക്കിപ്പോ. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. പുല്ലാണെന്നല്ലേ? കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം. നിന്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോ നിനക്ക് എത്ര വയസ്സാണെന്നറിയാവോ? കുട്ടികളില്ലാത്ത ഈ മച്ചിയെ
അതായത് നിന്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് എത്ര വയസ്സായിട്ടറിയാവോ? എന്തിനാ അതൊക്കെ ഇപ്പൊ എഴുന്നള്ളിക്കണേ? അറിയണോടി, അറിയണം. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എല്ലാവരും അറിയണം. ത്യാഗം പോടെ പുല്ല്. ആണും തൂണും ഇല്ലാത്ത കുടുംബത്തിൽ കയറി ആളായതും പോരാ അവന്റെ ഒരു ഒരക്കേമ്പിലെ ത്യാഗം. പോടെ വിടും. എന്താ നോക്കണേ? തറച്ചാണ്ടി അച്ചുവന്നാര് ഭാര്യ വീട്ടിൽ ഓശാരത്തിന് താമസിക്കുന്നവനാണ് എന്ന് നിനക്ക് തോന്നണുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, സ്വയം തോന്നാതിരുന്നാ മതി. ഓ, പ്രതികരിക്കണുണ്ടല്ലേ? എടാ പുല്ലേ, കാലത്ത് തന്നെ എന്തിനാ വഴക്കിടുന്നേ? നീ എഴുന്നേറ്റ് മുഖം കഴിപ്പോ. തറച്ചാണ്ടി അച്ചുവന്നാര് തനി രൂപം ആരിതുവരെ കണ്ടിട്ടില്ല. കൊന്നുകളയും ഞാൻ. ഇത് വലിയ കഷ്ടമായല്ലോ. കൊച്ചളിയോ, രാത്രി മുഴുവൻ തെണ്ടി തിരിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്ന് ഉറങ്ങുമ്പോ വിളിച്ചുണർത്തിയത് അയ്യന് ഇഷ്ടമായില്ല അല്ലേ? എന്താടാ, പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? പറയടാ പുല്ലേ. കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിലേ അടിച്ച് നിന്റെ ഏപ്പ് ഞാൻ തിരിക്കും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? എന്ത്? കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിൽ അടിച്ചു നിന്റെ ഏപ്പിയാതിരിക്കും എന്ന് മനസ്സിലായി. ആഹാ, ശരി പോയിക്കോ. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്തിനാ എന്റെ മേത്തോട്ട് ഇങ്ങനെ കയറുന്നേ? ചേട്ടൻ പറയണത് ശരി തന്നെയല്ലേ? രാത്രി മുഴുവൻ തെണ്ടി അലഞ്ഞ് പകല് മുഴുവനും കിടന്നുറങ്ങി ഇങ്ങനെ ജീവിതം തൊലയ്ക്കണോ? ഡിഗ്രി കഴിഞ്ഞ് 2 കൊല്ലമായില്ലേ? എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എനിക്ക് ശ്രമിക്കാഞ്ഞിട്ടാണോ കിട്ടണ്ടേ? വേണമെന്ന് വെച്ചാ കിട്ടും. അതിന് താൻ തന്നെ ശ്രമിക്കണം. സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ഈ ആട്ടും തുപ്പും കേൾക്കണോ? അല്ല, എനിക്കതാ മനസ്സിലാകാത്തത്. എന്നെ ഭരിക്കാൻ ഇയാളാരാ? എന്റെ മുത്തച്ഛനോ? അച്ഛനുണ്ടാക്കിയ വീട്ടിൽ അച്ഛനുണ്ടാക്കിയ സ്വത്ത് അനുഭവിച്ച ഞാൻ കഴിയണേ? ഓ പിന്നെ 55 സെന്റ് സ്ഥലത്ത് 28 തെങ്ങ്. മാസം കിട്ടണ പിരിവ് എത്രയെന്നറിയോ? അപ്പൊ റേഷൻ കടയോ? റേഷൻ കട കൊണ്ടൊന്നും പണ്ടത്തെ പോലെ വലിയ ലാഭമില്ലെന്ന് ചേട്ടൻ പറയണത്. അയാൾ പറയുന്ന എന്തും വിശ്വസിക്കാൻ ഇങ്ങനെ ഒരു ചേച്ചി മതി മേനി പറഞ്ഞത്. ചേട്ടൻ കേട്ടാ വീണ്ടും തുടങ്ങും. ആ, തൊഴിലില്ലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും എളുപ്പം കഴിയും. എല്ലാം സഹിച്ചല്ലേ പറ്റൂ. പക്ഷെ പ്രതികരിക്കും ഒരിക്കൽ. പോടാ കള്ള. എത്ര ദിവസമായി കണ്ടിട്ട് മിണ്ടൂല ഞാൻ, സത്യം. ആ കുറുമ്പ് കാണിച്ചാലേ കടിച്ചു തിന്നാണ് ഞാൻ. നിനക്കെന്താ വട്ട് പിടിച്ചോ? കാലത്ത് തന്നെ ഏതവനോടാണടി കുഞ്ചിക്കൊടിയുന്നത്? ഞാൻ കണ്ണാടിയിൽ നോക്കിയതാ. ആരാടി കണ്ണാടിയില്? കണ്ണാടിയിലോ? സത്യം പറയടി, ആരാണവൻ? ആര്? ഓഹോ, കണ്ണാടിയിലുള്ളവനെ നിനക്കറിയില്ലല്ലേ? കുഞ്ചേട്ടൻ എന്തായി പറയണേ? ചേച്ചി വേണ്ട, വേഷം കെട്ടിൽ വേണ്ട. ആളെ പറയുന്നത് നിനക്ക് നല്ലത്. എന്താ, എന്തിനാ നീ കരയണേ? ഈ കുഞ്ചേട്ടൻ വേണ്ട ദിനം പറയുന്നു. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത്ര. എവിടെ? ഈ മുറിയിലോ? അല്ല, ഈ കണ്ണാടിയില്. കണ്ണാടിയിലോ? എന്താടാ നീ പറയണേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, താമസിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിടിക്കാനൊന്നുമില്ലല്ലോ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്തിനാണ് കരയണേ? ഈ കുഞ്ചേട്ടൻ എന്നെ പറ്റി അപവാദം പറയുന്നു. എന്താ അപരാധം? ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആരെ? എവിടെ? ഈ കണ്ണാടിയില്. കണ്ണാടിയിലോ? ഓ, ഞാനാ? ആ, സ്വന്തം പെങ്ങളെ പറ്റി അപവാദം പറയുന്നോടാ. ഇനി കൊച്ചിന്റെ ഒരു തുള്ളി കണ്ണീര് ഈ മുറി വീണാൽ കൊന്നുകളയും ഞാൻ. അച്ചി വീട്ടിൽ കിടന്ന് അച്ഛനാവാൻ ശ്രമിക്കുന്നോടാ പട്ടി. അമ്മേ, കാണുന്നില്ലല്ലോ. ദാ വരുന്നു. എന്താ, എന്തിനാ ബഹളം വെക്കണേ? വെളുപ്പിലുള്ള ഗുളിക എവിടെ? വെളുപ്പിനുള്ള ഗുളികയോ? വെളുപ്പാകത്ത് വരിക്കുന്ന ഗുളിക എവിടെയെന്ന്? അത് ഇവിടെങ്ങാനും കാണും. വേറെ എവിടെ പോവാനാ? ആ കോന്തൽ എവിടെ? നാരായണൻ. നാരായണ. അല്ലെങ്കിൽ തന്നെ അവര് ചെവി കേൾക്കില്ല, പിന്നെ എങ്ങനെ വിളി കേൾക്കാനാ? നാരായണ. എന്തോ മുതലാളി എന്നെ വിളിച്ച? ആ, വിളിച്ചു. ഞാൻ വിചാരിച്ചു വിളിച്ചെന്ന്. ദൈവമേ, മുതലാളി മാഞ്ഞു പോയാ? പൊട്ടാ. നിന്റെ കുറച്ചെങ്കിലും കേൾക്കുന്ന കാതേതാ? എടാ പരമനാറി പൊട്ടൻ നാരായണ, ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുവന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാണെന്ന് കരുതി ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനൊരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്. പറയണെങ്കി പറയാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എടാ, ആരാന്ന് നോക്കിട്ട് അതിനെ പറ്റിയെ പിടിച്ച് കെട്ടിയേ. എന്താ
മതിയാൻ അതങ്ങോട്ട് പറഞ്ഞാ പോരെ ഇയാൾക്ക് ചെവിട് കേട്ടു. ഹലോ പട്ടി, ഹലോ ഹലോ പട്ടി പട്ടി. ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഗേറ്റിൽ തൂക്കിയ ബോർഡ് കണ്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക. കടിക്കുവോ? ഉണ്ട്, മുതലാളി അകത്തുണ്ട്. പട്ടി കടിക്കുവോന്നാ ചോദിച്ചത്. പട്ടി 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 കടിക്കുവോന്ന്? ഇല്ല, ചുംബിക്കും. തന്റെ കാര്യമല്ല, പാലുള്ളതിന്റേതാ. പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ. എവിടെ? ഗോവാലൻ. എന്നതാണ് എത്ര കിളിക്കാൻ? അല്ല, ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. വാലിന്റെ കാര്യം? അല്ല, അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു. പിന്നെ വലിയ സൗകര്യമല്ലേ, ഈ കളസമൊക്കെ വലിച്ച് കയറ്റാമല്ലോ. എന്താ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഐ ആം വിശാലേഷൻ, ഫീൽഡ് ഓഫീസർ ഫ്രം. മനസ്സിലായി മനസ്സിലായി. ഇയർലെസ് അല്ലേ? ഒരു കാരണവശാൽ തന്റെ കുന്ത്രാണത്തിൽ ചേരേണ്ടതാ വക്കീല് പറഞ്ഞിരിക്കണേ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാ വക്കീല്. അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും അതും വക്കീല് പറഞ്ഞു. വാചകം ഓടിച്ച് വീഴ്ത്താൻ താൻ കേമനാണെന്ന്. എച്ചിക്കൈ കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും താൻ പോകത്തില്ല. അല്ല മുതലാളി, അത് താൻ ഒന്നും പറയണ്ട. താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. 100 കൂട്ടം ജോലിയുണ്ട്. മില്ലിൽ പോണം, ടൗണിൽ പോണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എടാ നാരായണ, ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറ്റില്ല. നോക്കിയോ നീ? 3 ലോഡ് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്കുള്ള അവല് ഞാൻ അയച്ചു കഴിഞ്ഞു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാളോ ഈ പണ്ടാരം കേൾക്കുന്നേ. നിന്റെ ചെവിക്കിന് പറിച്ച് കളയണം. അത് വൈകുന്നേരം പോകാം. ചെവിടും കേട്ടിട്ട്. എന്താ മുതലാളി പറഞ്ഞത്? നിന്റെ തന്തയ്ക്ക് പറഞ്ഞതാ. അതല്ല, എന്നെ എന്താ പറഞ്ഞെന്ന്? തേങ്ങ. തേങ്ങ പോട്ടെ, നമ്മുടെ കാര്യം എന്തായി? ആ വക്കീല് പാര വച്ചു. പാരയ്ക്ക് ഒരു പാര. അതൊരു പാര, ഇത് അപാര പാര. ഓ,